ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ വീണ്ടും വന്നിക്കണം. അപ്പോൾ വീണ്ടും എന്തേ വന്നതെന്ന് വെച്ചാൽ ഞങ്ങളൊരു മാംഗോ പുഡിങ് ഉണ്ടാക്കാനാണ്. അപ്പം മാങ്ങക്കാലല്ലേ, അപ്പോൾ നമുക്ക് മാംഗോ കൊണ്ടുള്ള സാധനങ്ങൾ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാം. അങ്ങനെയാണല്ലേ നമ്മളെ മലയാളികൾ കാണിക്കണേ. അപ്പോൾ നമ്മൾ ആദ്യം മാങ്ങയുടെ തോല് ചെത്തിയിട്ട് അതിൻ്റെ പഴുപ്പ് എടുത്തിട്ട് അത് മിക്സിയിലിട്ട് നല്ലവണ്ണം അരച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ ആവശ്യത്തിന് പാലും ഷുഗറും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനാണ് ഇതൊക്കെ ഉണ്ടാക്കണമെന്ന്. അല്ല, ഇതൊക്കെ എൻ്റെ താത്തേനെ ഉണ്ടാക്കി തരുന്നത്. ഓളാണ് ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താവുന്നുള്ളത് നമുക്ക് കാണാം. അങ്ങനെ മാംഗോയും പാലും ഷുഗറും ചേർത്തിട്ട് മിക്സിയിലിട്ട് നല്ലോണം അത് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാംഗോ പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞു. പിന്നെ ചൈന ഗ്രാസ് വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് ആ തിളപ്പിച്ച ചൈന ഗ്രാസ് ഈ മാംഗോ പുഡിങ്ങിലേക്ക് ചേർക്കണം എന്നൊക്കെയാണ് അവൾ പറഞ്ഞെന്ന വിവരം. ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ തുള്ളി വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഈ ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് മെൽട്ടായി വരും. അപ്പോൾ അത് നോക്കി നിൽക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ചൈന ഗ്രാസ് ഏകദേശമൊക്കെ അതിലിങ്ങനെ അലിഞ്ഞ് ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞാനാണ് തിളക്കണ ആൾ. അതിൽ അലിഞ്ഞ് ചേർന്ന് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ചൂടാറ്റിയിട്ടാണ് അതിലേക്ക് പാരുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള പാലല്ല, മാംഗോയും പാലും അതിൻ്റെ സംഭവം വേറൊരു പാത്രത്തൊക്കെ മാറ്റി വെച്ചിരിക്കണം. എന്നിട്ട് അതൊക്കെ ഈ ചൈന ഗ്രാസ് അവൾ ചൂടാറ്റിയിട്ടാണ് അതൊക്കെ പറഞ്ഞത്. അപ്പോൾ ചൂടാറ്റി പറഞ്ഞപ്പോൾ ആകെ കട്ടായിരിക്കണം. അപ്പോൾ തന്നെ അവൾ പറയേണ്ടത് ഫ്ലോപ്പ് ആവാനൊരു ചാൻസ് കൂടുതലുണ്ട്. പിന്നെ ചൈന ഗ്രാസ് ഇപ്പം തന്നെ കട്ടായി എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾ പുഡിങ്ങാന്ന് പറഞ്ഞല്ലോ, കുട്ടികളെയൊക്കെ അതിശയിപ്പിച്ചും കൊണ്ട് ഇരിക്കുകയാണ് അവിടെ. ഓലൊക്കെ അതിൽ കാത്തിരിക്കുകയാണ്, എൻ്റെ അനിയനും ഉള്ള കുട്ടിയൊക്കെ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിങ്ങാണ്ട് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്ലോപ്പ് അതിൻ്റെ അതാണ് ഓളെ മുഖത്ത് കണ്ടത് നിങ്ങൾ. നമ്മളത് വേറൊരു പാത്രം എടുത്ത് അത് കഴുകിങ്ങാണ്ട് അതിലേക്ക് പാർന്ന് വെച്ചു. പിന്നെ അത് 2 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. 2 മണിക്കൂർ വെച്ചു, ഞങ്ങൾ 3 മണിക്കൂർ വെച്ചു, 4 മണിക്കൂർ വെച്ചു. എന്നിട്ടൊന്നും ഓളെ പുഡിങ് ഒന്നും ആവണില്ല. അതപ്പോഴൊരു മാംഗോ ജ്യൂസ് മരിക്കാനാണ് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, നേരെ എടുത്ത് ഫ്രീസർക്ക് വെച്ചു. പിന്നെ ഫ്രീസറിൽ നിന്ന് കട്ടായിട്ടാണ് സാധനം കിട്ടിയത്. ലാസ്റ്റ് ഞങ്ങൾ അവളെ പുഡിങ് ഒരു ഐസ്ക്രീമായിട്ടാണ് കഴിച്ചത്. മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണെന്ന് അവൾ പറഞ്ഞു. മാറിപ്പോയതാണ് സംഭവം എന്ന്. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. അപ്പം നമ്മൾ ഇനി അടുത്ത